Hello guys, I'm here with the Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ, എന്തൊക്കെയാണ് നാളെ വരിക എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നാളെ എന്തായാലും മെയിൻ അപ്ഡേറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നറൂട്ടോയുള്ള കൊളാബറേഷൻ പോവും. പിന്നെ 9th ആനിവേഴ്സറി ആണ്, മൊബൈലത്തെ 9th ആനിവേഴ്സറി ആണ് May 14th നാളെ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വിധത്തിലൊരു അപ്ഡേറ്റാണ് കൊണ്ടുവരാൻ പോണത് കൊണമി. അപ്പോൾ നാളെ പിന്നെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ എന്തായാലും ഞാൻ പറയാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കിയേക്കാം ഏതൊക്കെ ബാക്ക് നാളെ പോകാൻ സാധ്യതയുണ്ടെന്ന്. ഇത് 4 ദിവസം ഉണ്ട്. ഈ ബാക്ക് നാളെ പോകട്ടോ ഉണ്ട്, വേണ്ടവരുണ്ടെങ്കിൽ കറക്കിക്കോളി. ഈ ബാക്ക് നാളെ പോവും. മെസ്സിയുടെ അങ്കർ മെസ്സി ഈ ബാക്ക് നാളെ പോകും കേട്ടോ. പിന്നെ ഈ മാർസലോയുടെ ഈ ബാക്കും നാളെ പോവും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ സീക്കോൻ്റെ ബാക്ക് പോവും. അങ്ങനത്തെ കുറേ ബാക്ക് നാളെ പോകും. പ്ലെയർ ഓഫ് ദി ഒക്കെ പോവും. കളിക്കാത്തവരുണ്ടെങ്കിൽ കറക്കി എടുത്തോളൂ കേട്ടോ, കയ്യൂല. പിന്നെ എന്നാലും കറക്കി എടുക്കുക. പിന്നെ ആദ്യം തന്നെ എന്താ വരികയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ വരാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ പോവാണ്. നാളെ 9th ആനിവേഴ്സറി ആണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് കളിച്ചാൽ തുടങ്ങിക്കണോ ഒന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെ 8th ആനിവേഴ്സറിയാണ് കഴിഞ്ഞ കൊല്ലം. ആ 8th ആനിവേഴ്സറിയിൽ കൊണ്ടുവന്നതാണ് ഇത്. ബാറ്റിസ്റ്റൂട്ട, ഓവന്, ബെർക്കാമ്പ് ഇതിലൊക്കെ കൊണ്ടുവന്നതിനു ഒരു പറഞ്ഞാൽ നല്ലൊരു തന്നെയാണ്. 30 ഫ്രീ ട്രൈ സെലക്ഷൻ ഒക്കെ വെച്ച് നല്ലൊരു ഇതിന് തന്നെയാണ് കൊണ്ടുവന്നതിൻ്റെ ഐഡിയ. ഞാൻ സെലക്ട് ചെയ്തത് വാൻ ബൂട്ടനാണ്. ഇപ്പോഴും നമുക്ക് കിടിലം പെർഫോമൻസ് തരുന്നുണ്ട് കേട്ടോ ഈ വാൻ ബൂട്ടിനൊക്കെ. അതിലെനിക്ക് ഇതിൽ തന്നെ എനിക്ക് എത്ര ആൾക്കാരെ കിട്ടിയായിരുന്നു നിങ്ങളെ വിശ്വസിക്കുകയും അറിയില്ല. വാൻ ബൂട്ടിനെ ഞാൻ എടുത്തു, അബിയാട്ടിനെ കിട്ടി, നെക്കാട്ടിനെ കിട്ടി, ലിയോഡോവിച്ച് ജൂലിയനും കിട്ടി, ബെർക്കാമിനെ കിട്ടി. സെലക്ഷൻ കോൺട്രാക്ട് അടക്കി 5 എപ്പിക്കിനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇങ്ങനത്തെ മോഡലിൽ വരണം തന്നെ ഇല്ല കേട്ടോ. എന്തായാലും നോക്കാം എങ്ങനെയാവും വരികയെന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ മോഡലിലാവാൻ വരാൻ സാധ്യതയുണ്ട്. ജോഷുവ കിമ്മിച്ച് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്. ഷോർട്ട് ടൈം പെയർ വോട്ടിംഗ് ഗൈസ്, നാളെ മിക്കവാറും ഒരു വോട്ടിംഗ് ഉണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സിന് അനുസരിച്ച് വോട്ട് ചെയ്തെടുക്കുക. പിന്നെ 9th ആനിവേഴ്സറിൻ്റെതായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏതൊക്കെ ബാക്കുകളുണ്ട് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഏതുമില്ല, പീറ്റർ സ്മൈക്കിളും റുമിനിങ്ങും കോസ്റ്റക്കൂട്ടയും ഇതാരാണ് സ്കോൾസും ബെക്കംബോറും എഡൻ ഹസാർഡും പിന്നെ നമ്മളെ മക്കലേലും ഡേവിഡ്സും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വാൻ ബാസ്റ്റ്യൻ, ഇനിയസ്റ്റ ഇതൊക്കെ കണ്ട് മനസ്സിലാവുണ്ടല്ലോ, അവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. മെസ്സിൻ്റെ ഒരു ബാക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വരാൻ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തതാണെങ്കിലും വന്നാൽ അത് കത്തും. എന്തായാലും നോക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ 9th ആനിവേഴ്സറിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ റൂമറാണ്. നിങ്ങൾ വരുന്ന ഒരിക്കലും ഉറപ്പ് വരുത്താൻ ഒരു ബാക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ റൂമറാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു തുർക്കിൻ്റെ പ്ലെയർ ഉണ്ട്, വല്ലാത്തൊരു പേരാണ്. തുർക്കിൻ്റെ നമ്മൾ വായിക്കാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ അത്രക്ക് പണികളാണ്. നമ്മൾ കയ്യണൊക്കെ വായിക്കും. പിന്നെ ഹൊനബിൻ്റെ ഒരു ഗുഹീൻ്റെയും സാമലോട്ടോ ഇത് വരാൻ സാധ്യതയുണ്ട് 9th ആനിവേഴ്സറിൻ്റെതായിട്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് നമ്മളെല്ലാവരും ഡൗട്ട് അടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. പ്ലെയർ ഓഫ് ദി വീക്ക് ഷാഡോ തന്നിട്ടുണ്ട് 3 ആൾക്കാർ.
അതിൽ 3 ആളും കിട്ടിയിട്ടുണ്ട്. 2 ആൾക്കാരുടെ പേര് എനിക്ക് നേരത്തെ അറിയുള്ളൂ. ഞാൻ പറഞ്ഞല്ല, ഈ നടുവിൽ അടിക്കാൻ നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി. വേറെ ആരുമില്ല, മർക്കസ് റാഷ്ഫോർഡ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടിന് അത് എവർട്ടനെതിരെ സിറ്റിക്ക് വേണ്ടി ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഗോളാക്കിയ ജെറമി ദോക്കു. പിന്നെ ബൈസൈക്കിൾ അടിക്കുന്ന ജപ്പാനീസ് പ്ലെയറാണ്. ആരാ ഞാൻ കാണിച്ചു തരാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ വിക്ടർ ഓഷിമൻ വരാൻ സാധ്യതയുണ്ട്. പ്രഡിക്ഷൻസ് ആണ്. വിക്ടർ ഓഷിമൻ വരും, ജെറമി ദോക്കു വരും, ഡിസൈർ ഡുവേ വരും, ക്രിസ്ത്യാനോ പോയിന്റ് ശേഷം ലോകത്തിൽ ആദ്യത്തെ ഹാട്രിക്കായിട്ടാണ് മാലൻ്റെ ഭാഗം സിരിയയിൽ വന്നിട്ടുള്ളത് ആണെന്ന് തോന്നണത്. ആ ഹാട്രിക്കിൻ്റെ ഇതിലാണ് ഓൻ വരുന്നത്, പച്ച ബൂസ്റ്റർ കണ്ടില്ല ഞങ്ങൾ. പിന്നെ ലൗട്ടാറോ മാർട്ടിനസ്, റാഷ്ഫോർഡ് നമ്മൾ പറഞ്ഞു, ദൂക്കു നമ്മൾ പറഞ്ഞു, രാവിഡറായ ഫ്രെഡ്, റയാൻ, എന്താണ് ഡെയ്സൺ മൈഡ ഓനാണ് കേട്ടോ വരാൻ സാധ്യതയുള്ള. ബൈസൈക്കിൾ അടിച്ചതിൽ ഓനാണ് കേട്ടോ ഡെയ്സൺ മെഡൈ. പിന്നെ എഡേഴ്സൺ അറ്റ്ലാന്റിക്ക് വേണ്ടി ഇവാൻ ബോർസിച്ച്. പിന്നെ ഒരു ബ്രൈറ്റൺ പ്ലെയർ മാക്സിമം ഡിഗോൾഫർ ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൗതാറോ മാർട്ടീനസ് വരാൻ സാധ്യതയുള്ള പ്രൊഡിക്ഷൻസ് ആട്ടോ. ലൗതാറോ മാർട്ടീനസ് കൂടെ ഉണ്ടേനു. അതിലില്ലാത്ത പറയുമ്പോൾ വേറെ അല്ല, നിക്കോസ് സ്കോൾട്ടർ ബാക്കും പിന്നെ ട്രൊസാർഡും ലൂക്കാസുമാണ്. പിന്നെ ഒരു കീപ്പറും ഉണ്ട്, ഡങ്കും ഉണ്ട്. റാദു പറഞ്ഞ ഒരു കീപ്പറും ഉണ്ട്, ഡങ്കും ഉണ്ട്. ഇവരൊക്കെയാണ് പ്ലെയർ ഓഫ് ദി വീക്ക് പ്രൊഡിക്ഷൻസിൽ നമുക്ക് കിട്ടിയത്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നമുക്ക് ഇവരൊക്കെയാണ് കിട്ടിയത്. ഇത് നമ്മൾ ഉറപ്പിച്ചതാട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യമേ ഇവർ പറഞ്ഞതിനു വോട്ടിങ്ങിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതൊക്കെ ആദ്യമേ ഇവർ പറഞ്ഞതിനു മെയ് 14. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ജോഷുവ കിമ്മിച്ചും പവലോവിച്ചും സ്റ്റില്ലറും ആൻഡ് ഡേവിഡ് റാവും. കിമ്മിച്ച് വന്നാൽ കൊള്ളാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കിമ്മിച്ചിനൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കുക, അല്ലെങ്കിൽ ഡിലൈറ്റിനാവും. ഞാൻ പറയാം. പിന്നെ മാർക്ക് ഗൂഹി, ഇംഗ്ലണ്ടിൽ നിന്ന് വരാൻ പോകണമെങ്കിൽ ഗൂഹിം, ഓറിയലി, നിക്കോളോ ഓറിയലി, പിന്നെ കോൺസ, വാർലാൻ, ആദർസൺ. ഇതൊക്കെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ നെതർലാൻഡ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജെറമി ഫ്രിംപോങ്, ജൂറിയൻ ടിംബർ, മാത്യസ് ഡിലൈറ്റ്, നെത്തനക്കെ, പിന്നെ വേറെ ആരുമില്ല, ബുഗൻ. അതാണ് പേര്. ഈ ജർമ്മനി പറഞ്ഞാൽ നെതർലാൻഡ്സ് പറഞ്ഞാൽ മൊത്തം കിടിലാണ്. ഞാൻ മിക്കവാറും ഡിലൈറ്റിനെ അല്ലെങ്കിൽ കിമ്മിച്ചിനെ ആവും. നിങ്ങൾ ആരെ എടുക്കുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ആരെ എടുക്കാൻ സാധ്യത നോക്കാം. പിന്നെ തുർക്കിയിൽ നോക്കുകയാണെങ്കിൽ പേര് കിട്ടുന്നില്ല. ആകെ നേരത്തെ പറഞ്ഞാൽ ഓർക്കും കൊച്ചുണ്. കാരണം ചോന നമുക്കൊന്നും കിട്ടിയെങ്കിലോ കൊച്ചുനൊക്കെ. അപ്പോൾ ഓനെ നേരത്തെ ആകെ അറിയണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരെ വേണ്ട വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9th ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഇറ്റ്സ് എ റൂമർ എന്ന് എനിക്ക് ആദ്യമേ പറയാനുള്ളൂ. ഇറ്റ്സ് എ റൂമർ. ഇത് ഉറപ്പിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചല്ലോ, ആദ്യം 8th ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് വന്നത് ബാറ്റിറ്റ്യൂഡ. അതേമാതിരത്തെ ഒരു പാക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാക്ക് വരാനാണ് സാധ്യത ആണ് റൂമർ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാബിയോ കന്നവാരോ ഉണ്ട്, ഡെനിസ് ലോ ഉണ്ട്, ലാമിനയമാൽ ഉണ്ട്, ലൂയിസ് ഫിഗോ, ഡെനിസ് തെറിവിൻ, കാർലസ് പുയോൾ, ഹ്യൂഗോ ലോറിസ്, ആലൻ തെല്ലറാണ്. ലാമിനയമാലൊക്കെ ബ്ലിറ്റ്സ്കേൾ സ്കില്ലോടെയാണ് വന്നിട്ടുള്ളത്. വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ വന്ന കാർഡുകളോട് ഇതൊക്കെ. അപ്പോൾ ഇവർ തന്നെ വരാൻ പോവുകയാണ്. കിട്ടാത്തവരുണ്ടെങ്കിൽ ലക്കാണ്. വരുന്നത് ഞാൻ പറയണില്ല, റൂമറാണ്. 30 ഫ്രീ സ്പിൻ ഉണ്ടാവും, ഒരു സെലക്ഷൻ കോൺട്രാക്റ്റും ഉണ്ടാവും. വരികയാണെങ്കിൽ ഡൗൺലോഡ്സ് കൂടും, എല്ലതും കൂടാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഗോൾഡൻ സ്റ്റേജ് 2010 എന്ന പറഞ്ഞൊരു ക്യാമ്പയിനാണ്. ക്യാമ്പയിൻ എന്നല്ല, ഒരു ഇതാണ്, പാക്കാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെതായിട്ട് വരാൻ പോണ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണേ. ഡിയാഗോ ഫോർലാൻ്റെ സ്കിൽസാണ് ഇവിടെ. ഫിനോമിനൽ ഫിനിഷിങ്, മാഗ്നറ്റിക് ഫീറ്റ്, കെറു കാനോൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യക്ക് ഉണ്ട് ഈ ഫോർലാൻ. എന്നാലും ഈ ഫോർലാനല്ല, ഇന്ത്യക്ക് ഉണ്ട് ഫോർലാൻ. പക്ഷേ ഈ ഫോർലാൻ നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് കെറു കാനോൺ ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് ഒരു കെർവ് അടിച്ചാൽ ഗോൾ ഉറപ്പാണ്. ഫിനോമിനൽ ഫിനിഷിങ്ങും കൂടെ ഉണ്ടാകുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ അർജൻ റോബൻ, അന്നൊന്നും പറയിപ്പിക്കണ്ട. റോബൻ ഫിനോമിനൽ മൂവ്മെൻറ്റ് ആൻഡ് ഡ്രിബ്ലിംഗ് പ്ലസ് കെറു കാനോൺ ആണ്. ഡ്രിബ്ലിംഗ് ചെയ്യും, ഒരു കെർവുണ്ട്, പൊളിച്ചാൽ മതി. പിന്നെ 2010 ആൻഡ്രസ് ഇനിയസ്റ്റ, മറക്കാൻ കഴിയില്ലല്ലോ ആ സ്പെയിന് വേണ്ടി വേൾഡ് കപ്പ് എടുത്ത നിമിഷങ്ങൾ. ഫിനോമിനൽ പാസ് ആൻഡ് മാഗ്നറ്റിക് ഫീറ്റ് ആണ്
യൂണിവേഴ്സിറ്റിക്ക് വരുന്ന സ്കില്ല്. പിന്നെ കക്കൻ്റെ ഒരു ഇതേനു 2010 പറയുമ്പോൾ മൂവ്മെൻറ്റ് ഡ്രിബ്ലിംഗ് പ്ലസ് ഫിനോമിനൽ ഫിനിഷിങ്. ആ സ്കില്ലൊക്കെ വെച്ച് വരികയാണെങ്കിൽ നമുക്ക് പൊളിക്കും. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഡ്രിബിൾ ചെയ്തിട്ട് ഒരു അടി അടിച്ചാൽ ഗോൾ ഉറപ്പാകുന്ന സാധനങ്ങളാണ് നമ്മളെ കക്കൻ്റെയൊക്കെ വരിക. പിന്നെ അസ്മ ഗ്യാനൊക്കെ അറിയുമോ എനിക്കറിയില്ല. നമ്മളെ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ചൊരു പ്ലെയറാണ് ഗ്യാൻ എന്ന് പറഞ്ഞാൽ. ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ആണ് ഗ്യാനുള്ളത്. അന്നൊക്കെ കിടിലൻ കളി തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ച്. പിന്നെ വരാൻ സാധ്യതയുള്ളത് വിൻസെൻറ്റ് കമ്പനിയോ ഇവനെ ഞാൻ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കണ്ട, ബയേൺ മ്യൂണിക്കിൻ്റെ ഇപ്പോഴത്തെ കോച്ചായ പണ്ടത്തെ ലെജൻഡായ വിൻസെൻറ്റ് കമ്പനി. ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റേഞ്ച് ടാക്കിളാണ് വിൻസെൻറ്റ് കമ്പനിക്ക് വരുന്ന സ്കിൽസ്. പിന്നെ നമ്മളെ പ്രൈം മാനുവൽ ന്യൂയർ, ടീനേജിലൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പ്രൈം മാനുവൽ ന്യൂയർ ആണ്. GK ഡയറക്റ്റിംഗ് ഡിഫൻസ് വിത്ത് ഫിനോമിനൽ പാസ്. അപ്പോൾ ഇത് എപ്പിക്കാൻ ബിഗ് ടൈമാണ് വരാൻ സാധ്യതയുണ്ട് എന്നേ പറയണുള്ളൂ. വരുന്ന ഞാൻ ഒരിക്കലും ഉറപ്പ് വരുത്തുന്നില്ല. ഇറ്റ്സ് എ റൂമർ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് വരാൻ സാധ്യത കുറവാണെങ്കിലും ഇപ്രാവശ്യമാണ് ഇവരൊന്നും വിട്ടിട്ടില്ല. ഇപ്പോഴത്തെ വരാനും സാധ്യതയുള്ളതാണ്. നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഈസ് ലിയോണൽ മെസ്സി. ഗ്രേറ്റ്. അത് ഞാൻ സോറി റൊണാൾഡോ ഫാൻസിന് നെയ്മർ ഫാൻസിന് സോറി. എന്ന് വെച്ചാൽ എനിക്ക് മെസ്സിനാണ് ഇഷ്ടം എന്ന് ഞാൻ പറയണുള്ളൂ. പക്ഷേ നിങ്ങളെ ഈ ഫേവറേറ്റ് ആരാന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഐ എം എ ബാർസ ഫാൻ, ഐ എം എ മെസ്സി ഫാൻ ഒക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് വന്നാൽ കത്തെന്ന് പറഞ്ഞാൽ വൻ കത്തലാവും, ഡൗൺലോഡ്സൊക്കെ കൂടും. പിന്നെ നോക്കുകയാണെങ്കിൽ അപ്കമ്മിങ് ബിഗ് ടൈം, ഏതൊക്കെ ബിഗ് ടൈമാണ് ഇനി വരാൻ സാധ്യത ഉള്ളതെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ഇനി ബിഗ് ടൈം ഏതൊക്കെ വരാനുണ്ട് എന്നാട്ടോ ഉദ്ദേശിച്ചത്. ഏർലിംഗ് ഹാളൻഡ് വരാൻ സാധ്യതയുണ്ട്. അപ്കമ്മിങ് ബിഗ് ടൈമിൽ ഒന്നാണ് ഏർലിംഗ് ഹാളൻഡ്. പിന്നെ ഉസ്മാൻ ഡെംബെലെ വരും. ക്വിച്ച കറസ്കേലിയ, മൈക്കൽ ഒലീസെ, ബുക്കായോ സാക്ക, ഫ്ലോറിയൻ വിറ്റ്സ്, അൽഹെറദോ ഗ്രിമാൽഡോ, തിബോർ കോർട്ടോയ്സ്, ലാമിനെ യമാൽ, സൊബോസ്ലൈ, റാഫീഞ്ഞ, ഹാരി കെയ്ൻ. ഇവരെല്ലാവരും ഇനി അപ്കമ്മിങ് ബിഗ് ടൈംസ് ആണ്. പിന്നെ ഈ ബിഗ് ടൈമിൻ്റെ ഇത് ബിഗ് ടൈം ആണോ എന്ന് നോക്കണ്ട. ഇവ നമ്മൾ ലാസ്റ്റ് നമ്മൾ കാണിച്ചല്ലോ, നാളെ പോകാനുള്ള ബാക്കും 4 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോകാനുള്ള ബാക്കിലും എല്ലാത്തിനും ബിഗ് ടൈം ഉണ്ട്. ആ ബിഗ് ടൈമിൻ്റെ ബാക്കിലുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പോഴത്തെ ബിഗ് ടൈമിൽ ഇത് ഇങ്ങനെ കേട്ടോ. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ബ്രസീലറോ ബെറ്റാനോ. ഈ ഷോർട്ട് ടൈമാണ് വരില്ല നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് 100 ആൾക്കാർ തികയണ ഒരു ഷോർട്ട് ടൈം തന്നെയാണ്. നമ്മൾ വിക്ടർ റോക്കെ വരാൻ സാധ്യതയുണ്ട്. ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ആക്സിലറേഷൻ ബസ്റ്റ് ആണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ വിഷണറി പാസ്, ഫിനോമിനൽ പാസ്. ഈ പാസിങ്ങിന് കേമനായ ഒരു പ്ലെയറും കൂടി വരാൻ സാധ്യതയുണ്ട്. അവൻ്റെ പേര് എനിക്ക് വ്യക്തമായി വായിക്കാൻ കഴിയുന്നില്ല. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു പേരാണ്. പിന്നെ ബിസ്കോൾ അങ്ങനത്തെ പേരാണ്. മൂവ്മെൻറ്റ് ഡ്രിബ്ലിംഗ് സ്കില്ലുമായി സാൻഡോസിൻ്റെ പ്ലെയറും വരുന്നുണ്ട്. CB സെൻറ്റർ ബാക്കായി വേറെ ആരുമല്ല, ഹെൻറിക് വരുന്നുണ്ട്, ലോങ് റീച്ച് ടാക്കിൾ. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും കൂടുതലും ഇതാണെന്ന് എനിക്കറിയാം. നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ റൂമറാണ്, വേറെ എന്തുകൊണ്ടൊന്നല്ല. ഞാൻ റൂമർ എനിക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ റൂമറാണ്. ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഇതല്ല, നമ്മളെ ഇത് തന്നെയാണ്. ഈ വോട്ടിങ്ങിൻ്റെ ജർമ്മനി, കിമ്മിച്ച് ഓരൊക്കെയാണ് വരാൻ ഏറ്റവും കൂടുതൽ കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ വരണമെന്നാണ് പുതിയ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.